المرسلين وعلى آله وصحبه الفائزين أما بعد. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഉംറയുടെ അമീറായിട്ടുള്ള ബഹുമാനീയനും ആദരണീയനുമായിട്ടുള്ള ഷാഫി ഉസ്താദ് അവരുകളെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉംറ മഖബൂലുമായ ഉംറയാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മറുപടിയായ സിയാറത്ത് ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത ഉംറ മഖബൂലുമാകണമെങ്കിൽ നമ്മൾ മദീന സന്ദർശിക്കണം. നമ്മൾ ഉംറ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ മദീന സന്ദർശിക്കണം. അതുപോലെ ഹജ്ജിന് പോകുന്നവർ ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ മദീന സന്ദർശിച്ചാൽ മാത്രമേ അവരുടെ ഹജ്ജും പൂർത്തിയാവുകയുള്ളൂ. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മാനവ സമൂഹത്തെ, നിങ്ങൾ ഉംറ നിർവഹിച്ച്, നിങ്ങൾ മക്ക സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾ ഉംറയും ഹജ്ജും നിർവഹിച്ചിട്ട് നിങ്ങൾ എന്നെ സന്ദർശിക്കാതെ പോയാൽ ഞാൻ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നു എന്ന് ആദരവായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രവാചകന്റെ പിണക്കം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദരവായ പ്രവാചകനെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനാദ്യമായിട്ട് മദീന സന്ദർശിക്കുന്ന, മദീനയിൽ പോകുന്ന എത്ര പേരുണ്ട്?